ഹായ് മക്കളെ, CUT UG 2025 നടക്കുന്ന എക്സാമിനേഷനിലുള്ള ചേഞ്ചസുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏതൊക്കെ മേഖലയിലാണ് ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. UGC ചെയർമാൻ കഴിഞ്ഞ ദിവസം തന്നെ ഏതൊക്കെ മേഖലയിലാണ് ചേഞ്ച് ഉണ്ടാവുക എന്നതിനെ കുറിച്ചുള്ള ഏകദേശം സൂചനകൾ നൽകിയിട്ടുണ്ട്. അത് പ്രകാരം എന്താണ് 2025 നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആയിട്ടുള്ള CUT കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശനത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് വിശദമായി നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഒഫീഷ്യൽ ആയിട്ടുള്ള ഡ്രാഫ്റ്റ് UGC അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് സജഷൻസും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുക്കാനുള്ള സമയം ഉണ്ടാവും എന്നുള്ളതാണ് UGC അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള ANI UGC ചെയർമാൻ കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ വെച്ചുകൊണ്ടുള്ള പത്രവാർത്തകൾ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും CUT റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അപ്ഡേറ്റ്സും കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് CUT എന്ന് പറയുന്നത്. CUT എക്സാമിനേഷനിലുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് 2025 അടുത്ത സെഷനിലാണ് പ്രധാനമായിട്ടും വരുന്ന ചേഞ്ചസ് ഉണ്ടാവുന്നത്. കഴിഞ്ഞ വർഷം വളരെ പ്രധാനമായിട്ടുള്ള മാറ്റം സംഭവിച്ചത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് മോഡിലായിരുന്നു എക്സാമിനേഷൻ എന്നുള്ളതായിരുന്നു. ഹൈബ്രിഡ് മോഡ് എന്ന സമയത്ത് നേരത്തെ ഓൺലൈൻ മോഡിലായിരുന്നു കംപ്ലീറ്റ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. ഓൺലൈൻ മോഡിൽ നിന്നും ഒരുപാട് ഷിഫ്റ്റുകളും ഒരുപാട് രീതിയിൽ എക്സാമിനേഷനൊക്കെ നടത്തേണ്ടതുള്ളത് കൊണ്ട് വീണ്ടും ഒരു ഹൈബ്രിഡ് മോഡിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പരീക്ഷ നടത്താൻ പറ്റുമെന്നുള്ളൊരു സൗകര്യം വെച്ചുകൊണ്ടായിരുന്നു. ഹൈബ്രിഡ് മോഡ് എന്ന സമയത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പേപ്പർ പെൻ ടെസ്റ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേപ്പർ പെൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം തുടങ്ങിയിട്ടൊക്കെയുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു എക്സ്പേർട്ട് കമ്മിറ്റി UGC നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ എക്സ്പേർട്ട് കമ്മിറ്റി കൊടുത്ത നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള ഡ്രാഫ്റ്റാണ് വരാൻ വേണ്ടി പോകുന്നത്. ഡ്രാഫ്റ്റ് വരുന്നതിന് മുമ്പ് UGC ചെയർമാൻ അതിലെന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഹൈബ്രിഡ് മോഡിൽ നിന്നും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് മാറി എന്നുള്ളതാണ്. അതായത് ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് CBT എന്ന് പറയുന്ന എക്സാമിനേഷൻ മോഡാണ്. നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാവും, കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി നിങ്ങൾ എക്സാമിനേഷൻ എഴുതുക എന്നുള്ള സിസ്റ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് OMR പേപ്പർ പെൻ ടെസ്റ്റ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് നമ്പർ ഓഫ് സബ്ജക്ട്സ് കാൻഡിഡേറ്റ് ക്യാൻ അപ്പിയർ ചൂസ് എന്നുള്ളതാണ്. എക്സ്ക്ലൂസീവ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതായത് കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് പരമാവധി സെലക്ട് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് 6 വിഷയങ്ങളായിരുന്നു. 6 വിഷയത്തിൽ നിന്നും 5 വിഷയമായി മാറും എന്നാണ് പറയുന്നത്. അതായത് ഒരു സബ്ജക്റ്റ് വെട്ടിക്കുറച്ചു. അത് എന്തുകൊണ്ടാണ് കുറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരമാവധി ഇതിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് എക്സാമിനേഷനെ തീർക്കാനൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് എന്നാണ് UGC പറയുന്നത്. ഏതായിരുന്നാലും 5 സബ്ജക്റ്റിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്ന മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിഫോം എക്സാം ഡ്യൂറേഷൻ ഉണ്ടാവും എന്നതാണ്. അതായത് സാധാരണ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകൾക്ക് 50 മാർക്കിനുള്ള എക്സാമിനേഷൻ 50 ചോദ്യങ്ങൾ 40 മാർക്കിന് എഴുതുക, അതുപോലെ തന്നെ 60 മാർക്കിനുള്ള ചോദ്യം 50 മാർക്കിന് എഴുതുക എന്നതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ യൂണിഫോം ഡ്യൂറേഷൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതൊരു യൂണിഫോം ഡ്യൂറേഷനിലേക്ക് 60 മിനിറ്റിൻ്റെ എക്സാമിനേഷൻ, അതായത് 1 മണിക്കൂറിന് എക്സാമിനേഷൻ ആയിരിക്കും ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന മാറ്റം എന്ന് പറയുന്നത്. കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം റെക്കമെൻഡേഷനിൽ CBT മോഡിലേക്ക് വരുന്നു എന്നുള്ളതാണ്. UGC ചെയർമാൻ പറയുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ വൈഡ് സിംഗിൾ എക്സാമിനേഷൻ വിൻഡോ സിസ്റ്റം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് CBT മോഡിലേക്ക് മാറും. അൺലൈക്ക് ദ ഹൈബ്രിഡ് മോഡ് ലാസ്റ്റ് ഇയർ വി ഹാവ് ഓൾസോ റെഡ്യൂസ് ദ നമ്പർ ഓഫ് സബ്ജക്ട് ഫ്രം 63 to 37. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമാണ്. 63 വിഷയങ്ങളിൽ നിന്നും 37 വിഷയങ്ങളിലേക്ക് ചുരുക്കിയിട്ട് 37 വിഷയം എന്ന് ചുരുങ്ങുന്ന സമയത്ത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളൊന്നും ഒഴിവാക്കുന്നില്ല. അതായത് കുറേ ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ആയിരിക്കും മിക്കവാറും ഒഴിവാക്കാൻ സാധ്യത ഉള്ളത്. അതിൽ ഒരുപാട് ഫോറിൻ ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സബ്ജക്റ്റുകളൊന്നും യഥാർത്ഥത്തിൽ എല്ലാവരും എഴുതുന്ന വിഷയമായിക്കോളുന്നില്ല. എല്ലാവരും എഴുതുന്ന സബ്ജക്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് 37 പ്രധാനപ്പെട്ട സബ്ജക്ട്സ് എന്നുള്ള സ്വഭാവത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സബ്ജക്റ്റിലെ എണ്ണം കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻസ് ഫോർ ദ ഡ്രോപ്ഡ് സബ്ജക്ട് വിൽ നൗ റിലേ ഓൺ ദി സ്കോർസ് ഓഫ് ദി ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ജനറൽ ടെസ്റ്റിൻ്റെ പ്രാധാന്യം
പ്രാധാന്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജനറൽ ടെസ്റ്റിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡ്രോപ്ഡ് സബ്ജക്റ്റിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക. അങ്ങനെ ഡ്രോപ്ഡ് സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ജനറൽ ടെസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ജനറൽ ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ജനറൽ ടെസ്റ്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ് പ്രോഗ്രാമുകളും ക്ലാസ്സുകളും മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ് എന്നുള്ളത്. ഇനി 2025 മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം CAP DET 5 എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡിസ്മാന്റിൽ റിജിഡ് ഡിസിപ്ലിനറി ബൗണ്ടറീസ് ആൻഡ് പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ഇന്റർ ഡിസിപ്ലിനറി ഓപ്ഷൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതായത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ +2 പഠിക്കാത്ത വിഷയങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് CUT എക്സാമിനേഷനിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കേസിൽ അഡ്മിഷൻ ക്രൈറ്റീരിയ ബന്ധപ്പെട്ട് മാറ്റം ഉണ്ടാവോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഒന്നും കൺഫർമേഷൻ വന്നിട്ടില്ല. ഏതായാലും UGC പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വിൽ ബി അലൗഡ് ടു സെലക്ട് സബ്ജക്ട്സ് ദാറ്റ് ദേ മേ നോട്ട് ഹാവ് സ്റ്റഡീഡ് ഇൻ ദെയർ ക്ലാസ് 12 കരിക്കുലം. +2 നിങ്ങളൊരു വിഷയം പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അക്കൗണ്ടൻസി +2 പഠിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് കൊമേഴ്സിൽ പോകണം, അക്കൗണ്ടൻസി എടുക്കണം എന്നുള്ള സ്വഭാവത്തിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എഴുതാം എന്നതാണ്. പക്ഷേ അത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കേസിൽ ഞാൻ വീണ്ടും പറയാം, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കേസിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. അത് യൂണിവേഴ്സിറ്റികളാണ് ഫൈനൽ തീരുമാനിക്കുന്നത്. UGC പറയുന്നത് അങ്ങനെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് വ്യത്യസ്ത സബ്ജക്റ്റുകളിലേക്ക് പോകാനുള്ള സാധ്യത ലഭിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടും പറയുന്നത്. റിജിഡ് ഡിസിപ്ലിനറി ബൗണ്ടറീസ് ആൻഡ് പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ഇന്റർ ഡിസിപ്ലിനറി ഓപ്ഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷനിലാണ്. പിന്നെ നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്നുള്ളത് കാൻഡിഡേറ്റ്സിനെ 6ൽ നിന്നും 5ലേക്ക് ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇതിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്ന മാറ്റം? സ്ട്രീംലൈൻ എക്സാം പ്രൊസീജിയേഴ്സ് ആൻഡ് റെഡ്യൂസ് ലോജിസ്റ്റിക്കൽ കോംപ്ലക്സിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ കണ്ടക്ടിങ് മൾട്ടിപ്പിൾ ടെസ്റ്റ് അക്രോസ് വേരിയസ് ഡിസിപ്ലിൻ. വ്യത്യസ്ത ടെസ്റ്റുകൾ വ്യത്യസ്ത ഡിസിപ്ലിനുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സ് ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് 6 സബ്ജക്റ്റ് എന്നുള്ളതും പരമാവധി ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റ് 6ൽ നിന്നും 5 സബ്ജക്റ്റിലേക്ക് ചുരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും വരുന്ന മാറ്റങ്ങൾ. മാറ്റങ്ങളെക്കുറിച്ചുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ CUT ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. CUTയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് അത് വരുന്ന അപ്ഡേറ്റ്സ് തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.